ഹല്ലേലൂയ. ഞാൻ പറയുന്നത് വസ്ത്രധാരണത്തിൽ മാത്രമല്ല, നിങ്ങളുടെ പെരുമാറ്റങ്ങളിൽ, നിങ്ങളുടെ ഇടപാടുകളിൽ, നിങ്ങളുടെ നോട്ടങ്ങളിൽ, നിങ്ങളുടെ നടപ്പുകളിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് പകൽ സഭയോട് കർത്താവ് പറയുന്നു, നിന്റെ ഉള്ളിൽ ഒരു ബോധ്യമുണ്ടാകണം. നീ വീണ്ടെടുക്കപ്പെട്ട വ്യക്തിയാണെന്നും നീ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടയാളാണെന്നും. You are the child of Jesus. തോളത്തെ തട്ടിയിട്ട് പറഞ്ഞേ, നീ തോന്നിയവണ്ണം നടക്കാനുള്ള ആളല്ല. യേശുവിന്റെ രക്തം നിനക്കൊരു ജ്ഞാപകമായിരിക്കും. യേശുവിന്റെ രക്തം നിനക്കൊരു മുദ്രയായിരിക്കും. നിങ്ങളുടെ ആരാധന വ്യത്യസ്തമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, നിങ്ങൾ അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിക്കുവീൻ, എന്നാൽ ഞാൻ നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കും. ഹല്ലേലൂയ. എനിക്ക് തോന്നുന്നു അടുത്ത ആഴ്ച ഇത് വീണ്ടും ആരെങ്കിലും ഒന്ന് പ്രസംഗിക്കും, എനിക്കറിയത്തില്ല. നിങ്ങൾ ഏറ്റെടുക്കുന്നവരെ ദൈവം പറയും. ഞാൻ എപ്പോഴും കണ്ടിട്ടുള്ളൊരു കാര്യമാണ്, ഏതെങ്കിലും ഒരു മെസ്സേജ് അകത്ത് ജനം ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നെ ദൈവം അത് പറയത്തില്ല. ചില ഫാസ്റ്റിംഗ് പ്രെയറിനൊക്കെ നമ്മൾ ദൈവദാസന്മാരെ പല സ്ഥലങ്ങളിലുള്ളവരെ വിളിക്കും. ഒരാൾ ട്രിവാൻഡ്രത്ത് നിന്നാണ് വരുന്നത്, ഒരാൾ തിരുവല്ലയിൽ നിന്നാണ് വരുന്നത്, ഒരാൾ ഇടുക്കിയിൽ നിന്നാണ് വരുന്നത്. പക്ഷെ വരുന്നവരെല്ലാം പറയുന്നത് ഒരേ സാധനമായിരിക്കും. അപ്പോഴേ എനിക്ക് മനസ്സിലാവും എന്തോ ഒരു കാര്യം ഇതിനകത്തുണ്ട്. അല്ലെങ്കിൽ ഒരാൾ അത് പറഞ്ഞത് ഏറ്റെടുത്ത് അവൻ മാനസാന്തരപ്പെട്ടായിരുന്നെങ്കിൽ, അവൻ അതിൽ കറക്റ്റ് ആയിരുന്നെങ്കിൽ, അടുത്ത ആളെയും കൊണ്ട് ദൈവം അത് പറയിക്കത്തില്ലായിരുന്നു. Thank you, Jesus. This is very important. We are unique. We are separated. അടുത്തിരിക്കുന്നവരെ കൈ കൊടുത്തിട്ട് പറ, യു ആർ യുണീക്ക്. നിങ്ങൾ ഭയങ്കര ഡിഫറെന്റ് ആയ ഒരാളാണ്. റോഡിൽ നിൽക്കുന്ന ഏതെങ്കിലും ഒരു സാധാരണ ആള് ചീത്ത പറഞ്ഞാൽ ആരും ശ്രദ്ധിക്കത്തില്ല, അവൻ ചീത്ത പറയുന്ന ആളാ. പക്ഷെ നീ ചീത്ത പറഞ്ഞാൽ റോഡിൽ നിൽക്കുന്ന അവിശ്വാസി നിന്നെ നോക്കി, നീയോ ചീത്തയോ? ഇവനില്ലേ അവിടെ ആരാധനയ്ക്ക് പോകുന്ന ആളല്ലേ? നീ രക്ഷിക്കപ്പെട്ടതായിരിക്കും, നീ സ്നാനപ്പെട്ടതായിരിക്കും, പക്ഷെ നീ അത് അറിഞ്ഞില്ല. പക്ഷെ രക്ഷിക്കപ്പെടാത്തവൻ, സ്നാനപ്പെടാത്തവൻ നിന്നെ അറിയുന്നുണ്ട്. എല്ലാരും വാ തുറന്ന് പറഞ്ഞ്, സ്പിരിറ്റ് ഓഫ് യൂണിറ്റി. ആത്മാവിന്റെ ഐക്യത. ഓ, എല്ലാരും പറഞ്ഞില്ല. ആത്മാവിന്റെ ഐക്യത. എല്ലാരും ബൈബിൾ തുറന്നേ, എല്ലാരും ബൈബിൾ തുറന്നേ. എഫേഷ്യൻസ് ചാപ്റ്റർ 4, എഫേസ്യർ 4 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. Can you please read together passage? ജിജി പാസ്റ്റർ വായിക്കുമ്പോൾ ഇവരെല്ലാം പാസ്റ്റർ കൂടെ ചേർന്ന് വായിക്കും. Read together. എഫേഷ്യൻസ് ചാപ്റ്റർ, എഫേസ്യർ 4. ചിലർ എടുത്തു വരുന്നേ ഉള്ളൂ, പുറപ്പാട് പുസ്തകം കഴിഞ്ഞിട്ടല്ല, in the New Testament. എഫേഷ്യൻസ് ചാപ്റ്റർ 4 verses 1 to 6. കർത്തൃസേവ നിമിത്തം. എല്ലാ read together, read together. Ready? Are you ready? Yes. 1 2 3. കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാം വണ്ണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുവീൻ. നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ ശരീരം ഒന്ന്, ആത്മാവൊന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസം ഒന്ന്, സ്നാനം ഒന്ന്, എല്ലാവർക്കും മീതെയുള്ളവനും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. Come on, കൈകൾ അടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. Word, Ephesians chapter 4 verse 2. പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും
നിങ്ങൾക്ക് ഞാൻ ഒന്ന് രണ്ട് വേർഡുകൾ അവിടെ കാണിക്കുകയാണ്. ക്ഷമ, അങ്ങനെ ഒരു വേർഡ്, നിങ്ങൾ ഒരു വാക്ക് നിങ്ങൾ കാണുന്നുണ്ടോ? ഇല്ലേ? എഫേസ്യർ തന്നെയാണോ തുറന്നു വച്ചിരിക്കുന്നത്? കാണുന്നുണ്ടോ? ക്ഷമ എന്നൊരു വാക്ക് കാണുന്നുണ്ടോ? അത് വെറും ക്ഷമയല്ല, ദീർഘക്ഷമ. സ്നേഹം എന്നൊരു വാക്ക് നിങ്ങൾ കാണുന്നുണ്ടോ? ഒന്ന് പറഞ്ഞേ, ക്ഷമ. ആദ്യം മുതൽ പോകാം. വിനയം, സൗമ്യത, ക്ഷമ, സ്നേഹം. ഒന്നുകൂടെ പറയാം. വിനയം, സൗമ്യത, ക്ഷമ, സ്നേഹം. ഓക്കെ. വേർഡ് 3, ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാക്കാൻ ശ്രമിക്കുവിൻ. ഇനി രണ്ട് വേർഡും കൂടെ നമുക്ക് ചേർത്ത് പറയാം. സമാധാനം, ഐക്യത. ഓക്കെ. ഈ മൂന്നാമത്തെ വാക്യത്തിന്റെ അവസാനത്തെ സെന്റൻസ് ആണ് രണ്ടാമത്തെ വാക്യത്തിൽ നമ്മൾ എണ്ണി പറഞ്ഞ 4 കാര്യങ്ങളും മൂന്നാമത്തെ വാക്യത്തിന്റെ ആദ്യത്തെ പദവും. ഇതെല്ലാം കണക്റ്റായി, ഫൈനലായി, റിസൾട്ടായി, റിപ്പോർട്ടായി വരുന്നത് സമാധാനം എന്ന വിഷയത്തിലാണ്. പറഞ്ഞേ, സമാധാനം. ആവശ്യമുള്ള എത്ര പേരുണ്ട് ഇവിടെ? കൈപൊക്കിയാൽ നന്നായിരിക്കും. ആവശ്യം. ഹല്ലേലൂയ. സമാധാന ബന്ധം, ആത്മാവിന്റെ ഐക്യത. രണ്ടാം വാക്യത്തിൽ പരിശുദ്ധാത്മ പറയുന്നു, വിനയമുള്ളിടത്ത്, സൗമ്യതയുള്ളിടത്ത്, ദീർഘക്ഷമയുള്ളിടത്ത്, സ്നേഹമുള്ളിടത്ത്. മൂന്നാമത്തെ വാക്യം, കം വിത്ത് മീ, ആത്മാവിന്റെ ഐക്യത ഉള്ളിടത്ത് ബന്ധങ്ങളിൽ സമാധാനമുണ്ടാവും. നിങ്ങളുടെ നാട്ടിൽ ആന ഇറങ്ങിയത് കൊണ്ടാണോ നിങ്ങൾക്ക് സമാധാനം ഇല്ലാത്ത? അതോ മനുഷ്യർ നിമിത്തമാണോ? ആരും മിണ്ടുന്നില്ല. പല മനുഷ്യരും അവരുടെ സമാധാനം നഷ്ടപ്പെട്ടത് ബന്ധങ്ങളിൽ വന്ന വിള്ളലുകളാണ്. ദൈവം നൽകിയ ബന്ധങ്ങൾ, ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ പ്രതിസന്ധി ഉണ്ടായപ്പോൾ കുടുംബജീവിതത്തിലെ സമാധാനം നഷ്ടപ്പെട്ടു. ഓഫീസിൽ, കമ്പനിയിൽ, ജോലി സ്ഥലത്ത്, കടയിൽ നിങ്ങളൊരു സ്റ്റാഫായി നിൽക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നെങ്കിൽ, ആ കമ്പനിയുമായി, ഓഫീസുമായി, ഹോസ്പിറ്റലുമായി, ജോലി സ്ഥലവുമായിട്ടുള്ള വ്യക്തികളോടുള്ള ബന്ധത്തിൽ നിങ്ങൾ വഴക്കായി, ഉടക്കായി, അസ്വസ്ഥതയായെങ്കിൽ നിങ്ങൾക്കൊരിക്കലും അവിടെ സമാധാനത്തോടെ വർക്ക് ചെയ്യാൻ കഴിയത്തില്ല. നിങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകൻ, നിങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകരോട് നിങ്ങൾ വഴക്കാണെങ്കിൽ നിങ്ങൾക്കൊരിക്കലും ആ ക്ലാസ് മുറിയിൽ സമാധാനത്തോടെ ഇരുന്ന് പഠിക്കുവാൻ കഴിയത്തില്ല. നിങ്ങൾ കടന്നു വരുന്ന സഭയിൽ, നിങ്ങൾ കടന്നു വരുന്ന ശുശ്രൂഷയിൽ, നിങ്ങൾ കടന്നു വരുന്ന ആരാധനാലയത്തിൽ അതിന്റെ നടത്തിപ്പുകാരുമായും അതിന്റെ ലീഡർഷിപ്പുമായും എന്നും അടിയും ഉടക്കുമാണെങ്കിൽ അവസാനത്തെ കച്ചിത്തുരുമ്പായ സമാധാനം അനുഭവിക്കേണ്ട സ്ഥലമായ ആരാധനാലയത്തിൽ പോലും നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകുകയില്ല. The peace of mind, the peaceful life is related to some relationship. Amen. Hallelujah. Yes. Hallelujah. Hallelujah. ആത്മാവിന്റെ ഐക്യത, യൂണിറ്റി ഓഫ് ദ സ്പിരിറ്റ്, that is very important. ഞാൻ അത് മാത്രം പറയുന്നു. സ്നേഹമുള്ളിടത്ത്, വീണ്ടും പറയുന്നു, സ്നേഹമുള്ളിടത്ത്, ക്ഷമിക്കുന്ന മനസ്സുള്ളിടത്ത്, വിനയമുള്ളിടത്ത്. Read word 2 please my brother. Join with me media. വിനയമുള്ളിടത്ത്, സൗമ്യതയുള്ളിടത്ത്, ക്ഷമയുള്ളിടത്ത്, സ്നേഹമുള്ളിടത്ത്, ആത്മാവിന്റെ ഐക്യതയുള്ളിടത്ത് വലിയ സമാധാനം ഉണ്ടാകും. പിശാചിന്റെ ഏറ്റവും വലിയ പദ്ധതി
ബന്ധങ്ങളെ തകർക്കുക എന്നുള്ളതാണ്. You are not with me. Hallelujah. നമ്മുടെ സമാധാനത്തെ നഷ്ടപ്പെടുത്തുക എന്നുള്ളതാണ്. ഒരു സമയത്ത് പോലും സമാധാനമായിട്ടിരുന്നൊന്ന് ആഹാരം കഴിക്കാനോ, സമാധാനമായിട്ടിരുന്നൊരു മെസ്സേജ് കേൾക്കാനോ, സമാധാനമായിട്ടൊന്ന് ആരാധിക്കാനോ, സമാധാനമായിട്ടൊന്ന് ഒന്ന് ഒന്ന് സന്തോഷിക്കാനോ കഴിയാത്ത നിലയിൽ നിന്റെ സ്വസ്ഥതയോട്, നിന്റെ സമാധാനത്തോട്, നിന്റെ മനസ്സിനെ എപ്പോഴും പല പല ചിന്തകൾ കൊണ്ടുവന്ന് വേവറിംഗ് ആക്കി, ആശയക്കുഴപ്പത്തിലാക്കി, തെറ്റിദ്ധാരണകൾ കൊണ്ട് നിറയ്ക്കുന്നെങ്കിൽ അതിന്റെ പിറകിൽ നിൽക്കുന്ന സകല ആഭിചാരങ്ങളെയും അതിന്റെ പിറകിൽ I'm telling truth. I'm telling truth. നിങ്ങൾ ചോദിക്കും ഇതിന് ആഭിചാരവുമായിട്ട് എന്തുവാ ബന്ധമെന്ന്. ഇസബേലിന്റെ മകൻ യേഹു നടന്നു വരുമ്പോൾ യേഹുവിനോട് ചോദിക്കുന്നു, ധാരാ യേഹു അല്ലേ, യേഹു നീ സമാധാനമായിട്ട് ഇരിക്കുന്നോ? ഇത് ബൈബിളിലെ വാക്യം അതുപോലെ പറയുക. ഇസബേലിന്റെ മകൻ യേഹുവിനോട് ചോദിക്കുന്നു. യേഹു ആരാണ്? ഉൾമുറിക്കകത്ത് കൊണ്ടുപോയി ദൈവം അഭിഷേകം ചെയ്ത ദൈവത്തിന്റെ അഭിഷിക്തൻ. ഇസബേലിന്റെ മകൻ ചോദിക്കുന്നു, യേഹു നീ സമാധാനമായിരിക്കുന്നോ? ഉടനെ യേഹു ഇസബേലിന്റെ മകനോട് പറയുന്നു, നിന്റെ അമ്മയായ ഇസബേൽ എനിക്കിട്ട് ആഭിചാരം ചെയ്യുന്ന കാലത്തോളം ഞാൻ എങ്ങനെ സമാധാനമായിരിക്കും? You understand me? നിന്റെ അമ്മയായ ഇസബേൽ, യേഹു ഇസബേലിന്റെ മകനോട് പറയുന്നു, നിന്റെ അമ്മയായ ഇസബേൽ എനിക്കിട്ട് ആഭിചാരം ചെയ്യുന്ന കാലത്തോളം ഞാൻ എങ്ങനെ സമാധാനമായിരിക്കും? ഇന്ന് പകൽ നിന്റെ സമാധാനത്തെ തകർക്കുന്ന സകല ആഭിചാരങ്ങളെയും in the name of Jesus. Number one, പാസ്റ്റർ എത്ര പ്രാർത്ഥിച്ചിട്ടും ഒരു സ്വസ്ഥതയില്ല. എത്ര ഉപവസിച്ചിട്ടും ഒരു സ്വസ്ഥതയില്ല. എനിക്കിപ്പോ ആ വ്യക്തി അങ്ങോട്ട് സ്നേഹിക്കാൻ പറ്റുന്നില്ല. എനിക്കിപ്പോ ആ ഒരു ഐക്യത കിട്ടുന്നില്ല. എനിക്കിപ്പോൾ ചർച്ചിനോടൊരു പ്രതിബദ്ധത തോന്നുന്നില്ല. എനിക്കിപ്പോൾ ഈ മിനിസ്ട്രിയോടൊരു സ്നേഹം തോന്നുന്നില്ല. In the mighty name of Jesus. I break the witchcraft. That's why I tell you. Thank you, Holy Spirit. You break it, that bondage. The relationship with the connections is very important. Destiny help us. പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രം അവിടെയാണ്. ഞാൻ ആ മെസ്സേജ് നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷിക്കും, പക്ഷെ ഇന്ന് അതിന്റെ സമയമല്ല. ഡെസ്റ്റിനി ഹെൽപ്പേഴ്സ്, നമ്മുടെ ഡെസ്റ്റിനിയിൽ നമ്മളെ എത്തിക്കുവാൻ ദൈവം നമുക്ക് വേണ്ടി ചിലരെ ഒരുക്കും. നയമാൻ സൗഖ്യം പ്രാപിക്കുവാൻ നയമാന്റെ വീട്ടിൽ ഒരു ജോലിക്കാരിയെ, ഒരു വേലക്കാരിയെ ദൈവം ഉപയോഗിച്ചു. ഞാൻ ഈ മെസ്സേജ് അടുത്ത ദിവസങ്ങളിൽ പ്രസംഗിക്കും, കർത്താവ് അനുവദിക്കുന്നില്ല. തളർന്നു പോയ തളർവാദ രോഗിയെ കിടക്കയോടെ എടുത്ത് യേശുവിന്റെ അടുക്കൽ എത്തിക്കാൻ അവന് വേണ്ടി 4 സുഹൃത്ത് ബന്ധങ്ങളെ ദൈവം ശേഷിപ്പിച്ചു.
അവരില്ലായിരുന്നെങ്കിൽ, അവരാ റിസ്ക് എടുത്തില്ലായിരുന്നെങ്കിൽ അവൻ സൗഖ്യമാകില്ല. നമുക്ക് വേണ്ടി റിസ്ക് എടുക്കാൻ, നമ്മളെ സഹായിക്കാൻ, നമ്മുടെ ഡെസ്റ്റിനിയിൽ നമ്മളെ എത്തിക്കാൻ ദൈവം നമുക്ക് വേണ്ടി ചിലരെ ഒരുക്കും. ആ ബന്ധങ്ങളെ തകർക്കുക എന്നുള്ളതാണ് പിശാചിന്റെ ഏറ്റവും വലിയ പദ്ധതി. Because they are the destiny helpers. മെഹിബോശത്ത് എന്ന് പറയുന്ന ഒരു മകനെ നിങ്ങൾക്ക് കാണാം. ദാവീദ് സീബായോട് ചോദിക്കുന്നു, സീബ എന്ന തന്റെ ഭൃത്യനോട് ചോദിക്കുന്നു, ശൗലിന്റെ കുടുംബത്തിൽ എനിക്ക് ദൈവത്തിന്റെ കരുണ കാണിക്കേണ്ടതിന് ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ സീബയാണ് പറയുന്നത്, മെഹിബോശത്ത് എന്ന ഒരു മകൻ യോനാഥാനുണ്ട്, അവൻ മുടന്തനാണ്. ഞാൻ ആ മെസ്സേജിലേക്ക് വരും ഒരു ദിവസം. സീബയാണ് മെഹിബോശത്ത് എന്ന മുടന്തനെ എടുത്തോണ്ട് ദാവീദിന്റെ കൊട്ടാരത്തിൽ വരുന്നത്. പിന്നെ മെഹിബോശത്തിന്റെ അവസ്ഥകൾ മാറുകയായിരുന്നു. മെഹിബോശത്തിനെ സംബന്ധിച്ച് സീബയാണ് അവന്റെ ഡെസ്റ്റിനി ഹെൽപ്പർ. Listen, the Lord will provide you for that. Amen. Yes. The Lord will provide you. Yes. ഒരു സ്നേഹിതൻ അർദ്ധരാത്രിയിൽ അവന്റെ വീട്ടിൽ മറ്റൊരു സ്നേഹിതൻ വന്നു. അവൻ വാതിക്കൽ മുട്ടി. ഈ സ്നേഹിതൻ വന്നിട്ട് പറഞ്ഞു, എനിക്ക് വിശക്കുന്നു. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? Because the demon are trying to lose your faith. I am feeling that. Listen. Wait. ബൈബിൾ പറയുന്നു, ഈ സ്നേഹിതൻ അവന്റെ സ്നേഹിതന്റെ അടുക്കൽ പോയി രാത്രിയിൽ വാതിക്കൽ മുട്ടി. അവൻ ആദ്യം പറഞ്ഞു, ഞാനും പൈതങ്ങളും കിടന്നുറങ്ങുന്നു, വാതിൽ അടച്ചിരിക്കുന്നു. പക്ഷെ അവൻ ലജ്ജ കൂടാതെ മുട്ടിക്ക നിമിത്തം അവൻ എഴുന്നേറ്റ് വന്നു. എന്റെ മെസ്സേജ് അതല്ല, അവൻ എഴുന്നേറ്റ് വന്ന് അവന് ധാരാളം കൊടുത്തു. അപ്പൊ എഴുന്നേറ്റ് ചോദിച്ചാൽ തരാൻ കഴിയുന്ന, ലിസൺ, ഇതിന് മറ്റൊരു അർത്ഥം ഞാൻ ഇവിടെ പ്രസംഗിച്ചിട്ടുണ്ട്, പ്രാർത്ഥനയെ കുറിച്ച്. ഞാൻ അതിലല്ല ഇപ്പം നിൽക്കുന്നത്, ഞാൻ അതിന്റെ മറ്റൊരാശയത്തിലാണ്. ചോദിച്ചാൽ തരാൻ കഴിയുന്ന ഒരു ബന്ധം അവനുണ്ടായിരുന്നു. ചോദിച്ചാൽ ധാരാളം കൊടുക്കാൻ കഴിയുന്ന ഒരു കൂട്ടുകാരൻ അവനുണ്ടായിരുന്നു. നിങ്ങളുടെ ആവശ്യങ്ങളിൽ അതെന്തുമാകാം, സ്പിരിച്വൽ ആകാം, ഫിനാൻഷ്യൽ ആകാം, മെറ്റീരിയൽ ആകാം, എനിത്തിങ്. നിങ്ങളുടെ ആവശ്യങ്ങളിൽ നിങ്ങളെ സഹായിക്കാൻ കഴിയുന്ന നല്ല ബന്ധങ്ങൾ നിങ്ങൾക്കുണ്ടാകട്ടെ. പിശാചിന്റെ ലക്ഷ്യം to destroying the connections and the relationship. ആത്മാവിന്റെ ഐക്യത സഭയിൽ ഉണ്ടാകണം. സ്പിരിറ്റ് യൂണിറ്റി, സ്പിരിച്വൽ യൂണിറ്റി. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് വെച്ചാൽ, നിന്റെ ഡെസ്റ്റിനിയിൽ നിനക്കൊരു ഡെസ്റ്റിനി, നിനക്കൊരു ഒരു ഉദ്ദേശത്തോടെ ഇറങ്ങി തിരിച്ച് നിനക്ക് വേണ്ടി എന്തെങ്കിലും കണ്ടെത്താൻ കഴിയുമായിരിക്കും. അത് നീ കണ്ടെത്തിയതായിരിക്കും. പക്ഷേ ദൈവം നിനക്ക് വേണ്ടി കണ്ടെത്തിയതിൽ നിനക്ക് എത്തുവാൻ കഴിയത്തില്ല. I am prophesying to someone here. അതുകൊണ്ട് ഇന്ന് പകലിൽ ആ യൂണിറ്റി
എൽഷദായി സഭയോട്, കുടുംബങ്ങളോട്, എൻ്റെ സഹോദരി സഹോദരന്മാരോട്, എൻ്റെ ആത്മീക മക്കളോട്, എൻ്റെ പുത്രന്മാരോട്, എൻ്റെ പുത്രിമാരോട്, ക്രിസ്തുവിൽ ഞാൻ നയിക്കുന്ന എൻ്റെ കുഞ്ഞുങ്ങളോട് സ്നേഹത്തോടെ പറയുന്നു, നിന്നോ ബന്ധങ്ങളെ നിന്റെ ദൈവദാസനുമായി, സഭയുമായി, കുടുംബങ്ങളുമായി, കുഞ്ഞുങ്ങളുമായി, നിന്റെ ഹസ്ബൻഡുമായി, നിന്റെ വൈഫുമായി, ദൈവം നിനക്ക് തന്ന നല്ല സ്നേഹിതന്മാരുമായി, ഈ ബന്ധങ്ങളെയൊക്കെ തകർക്കാൻ നിൽക്കുന്ന പൈശാചിക മേഖലകളെ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ യൂണിറ്റി ഇൻ സ്പിരിറ്റ്. In spirit. പറഞ്ഞ എല്ലായിടത്തും ആത്മാവിന്റെ ഐക്യത വേണം. നിങ്ങൾ ഈ പ്ലാറ്റ്ഫോമിന് നേരെ ഒന്ന് കൈകൾ ഉയർത്തിയേ. എന്നിട്ട് ഈ സ്റ്റേജിന് നേരെ you also come forward, Pastor Gigi. You are representing the church. You are the man of God here. You stand it. You stretch your hand, everyone. You stretch your hand, everyone. And online also. വാ തുറന്ന് പറഞ്ഞേ, കർത്താവേ, ഈ വേദിയിൽ നടക്കുന്ന ശുശ്രൂഷകളെ സ്വീകരിക്കാൻ, അംഗീകരിക്കാൻ, ഏറ്റെടുക്കാൻ എൻ്റെ അകത്ത് ആത്മാവിൽ ഒരു വലിയ ഐക്യത ഇടണമേ. അത് ഇന്ന് പകൽ വെളിപ്പെട്ടാൽ നിന്റെ ചരിത്രത്തെ ദൈവം മാറ്റിയിടും. Listen. The Gospel of John chapter 17 verse 11. യോഹന്നാൻ സുവിശേഷം 17-ാം അധ്യായം 11-ാം വാക്യത്തിൽ യേശു പറയുകയാണ്, ഇനി ഞാൻ ലോകത്തിൽ ഇരിക്കുന്നില്ല, ഇവരോ ലോകത്തിൽ ഇരിക്കുന്നു. അവർ നമ്മെ പോലെ ഒന്നാകേണ്ടതിന് എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ അവരെ കാത്തുകൊള്ളണമേ. അവർ നമ്മെ പോലെ ഒന്നാകേണ്ടതിന്. Be one as we are. പിതാവേ, ഞാനും നീ ഒന്നായിരിക്കുന്നത് പോലെ. പിതാവിന്റെ ആഗ്രഹം പുത്രൻ മഹത്വപ്പെടണം, പുത്രന്റെ ആഗ്രഹം പിതാവ് മഹത്വപ്പെടണം. പിതാവും പുത്രനും തമ്മിൽ കോമ്പറ്റീഷൻ ഇല്ല, പിതാവും പുത്രനും തമ്മിൽ ഈഗോ ക്ലാഷ് ഇല്ല, പിതാവും പുത്രനും തമ്മിൽ വഴക്കില്ല, രണ്ട് വർത്തമാനമില്ല. പിതാവിന്റെ ആഗ്രഹം പുത്രൻ ഉയരണം, പുത്രനെ മഹത്വപ്പെടുത്തണം, പുത്രന്റെ ആഗ്രഹം പിതാവിന്റെ നാമം മഹത്വപ്പെടണം. ആ സ്വർഗത്തിലെ ദൈവം നമ്മെ നോക്കി പറയുന്നു, പിതാവേ, ഞാനും നീ ഒന്നായിരിക്കുന്ന പോലെ. These people, there is no competition, there is no ego, there is no pride. I break it. The spirit of competition, the spirit of pride. I can see the competitive people, prideful people in the spiritual world. ആത്മിക ശുശ്രൂഷകളും മത്സരങ്ങളായി മാറുകയാണ്. വെല്ലുവിളികൾ ഉയർത്തുകയാണ്. ഞാനാണോ നീയാണോ വലിയവനെന്നുള്ള ചർച്ച നടക്കുകയാണ്. Humbly, താഴ്മയോടെ എൻ്റെ സഹോദരങ്ങളോട് ഞാൻ പറയുന്നു, ഒരിക്കലും നിന്റെ അകത്തൊരു പ്രൈഡ് വരാൻ, നീ എന്തോ ആയി എന്നൊരു ചിന്ത വരാൻ ഇടയാകരുത്. ഞാൻ പറയുന്നത് താഴ്മ അഭിനയിക്കാനല്ല. ഈ താഴ്മ അഭിനയിച്ചുകൊണ്ട് അകത്ത് ഭയങ്കര പ്രൈഡുമായി നടക്കുന്നവരെ എനിക്കറിയാം.
അവര് വെള്ളം ഇടത്തുള്ളൂ, വാ തുറന്ന സ്തോത്രേ പറയത്തുള്ളൂ. പക്ഷെ അവർ ദോഷം ചെയ്തത് അനേകർക്കാണ്. ഞാൻ അതിനെക്കുറിച്ചുള്ള പരീശത്വത്തെ കുറിച്ചല്ല പറയുന്നത്. നീ കറുത്തുടുപ്പിടുവോ, ചുമന്ന ഉടുപ്പിടുവോ, വെള്ളയിടുകയോ, ഐ ഡോണ്ട് കെയർ. മാന്യമായിരിക്കണോ എന്നുള്ളതേ ഉള്ളൂ. ഐ ഡോണ്ട് കെയർ. പക്ഷേ നിന്റെ ആറ്റിറ്റ്യൂഡിൽ, നിന്റെ സ്വഭാവത്തിൽ, നിന്റെ വാക്കിൽ, നിന്റെ പ്രവൃത്തിയിൽ ഈ ശുശ്രൂഷകളെ നീ എത്രത്തോളം കെയർലെസ് ആയി കാണുന്നെന്നും, ഈ ശുശ്രൂഷകളെ നീ എത്ര പുച്ഛത്തോടെ കാണുന്നെന്നും, പാസ്റ്റർ ടിനു ജോർജിന്റെ വാക്കുകളെ നീ എത്ര വില കൽപ്പിക്കുന്നെന്നും നിന്റെ ഉള്ളത്തെ അറിയുന്ന ദൈവം, നിന്റെ ചങ്കിനെ അറിയുന്ന ദൈവം. He will judge you. He will judge you. He will judge you. That is a demonic. ഞാൻ ദൈവത്തിന്റെ പ്രവാചകനായിട്ടാണ് നീ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നത്. That is a demonic. നീ പോലും അറിയാതെ സാത്താൻ നിന്നെ അറ്റാക്ക് ചെയ്യുകയാണ്. നീ കരുതുന്നത്, നീ ചിന്തിക്കുന്നതെല്ലാം നേരാണെന്ന, നീ കരുതുന്നത്, നീ നനച്ചു വെച്ചിരിക്കുന്നതെല്ലാം കറക്റ്റ് ആണെന്ന. പക്ഷെ നീ ഒന്ന് ഉപവസിച്ചാൽ, നീ ഒന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ചാൽ, ചില മൂടുപടങ്ങൾ പൊട്ടിപ്പോകുന്നത് നിനക്കറിയാൻ കഴിയും. Devil is trying to do that, but today the mighty power of the Holy Spirit will move this place. Come on, let us say everyone be one in Christ. ഞങ്ങൾ ക്രിസ്തുവിൽ ഒന്നാണ്. Join hand one another. Join hand one another. അടുത്തിരിക്കുന്ന കൈ ഒന്ന് പിടിച്ചേ. ഞങ്ങൾ ക്രിസ്തുവിൽ ഒന്നാണെന്ന് നമ്മൾ ഒന്നിച്ച് പറയാൻ പോവാ. എപ്പോൾ ഞാൻ അത് കൗണ്ട് ചെയ്ത് 3 എന്ന് പറയുന്നു, 3 എന്ന് പറയുന്നു, അപ്പോൾ ഒന്നിച്ച് ആ കൈ ഉയർത്തി പറഞ്ഞോണം, ഞങ്ങൾ ക്രിസ്തുവിൽ ഒന്നാണ്. റെഡി? 1 2 and 3. Come on, let us say. 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 Come on, put your hand together and celebrate Jesus. Thank you, Holy Spirit. ഡിവിഷൻ ഉണ്ടാക്കുന്നത് ദൈവമല്ല. കുടുംബജീവിതങ്ങളെ തമ്മിൽ തെറ്റിക്കുന്നത് ദൈവമല്ല. ഭർത്താവിനെ സംശയിപ്പിക്കുന്നത്, ഭാര്യയെ സംശയിപ്പിക്കുന്നത് ദൈവമല്ല. നീ ഒരു ആരാധനാലയത്തിൽ കടന്നു വന്ന് നന്മ പ്രാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അവിടെ വന്ന് സ്വസ്ഥതയോട് ആരാധിക്കുമ്പോൾ, അതിന്റെ ഇടയ്ക്ക് വന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കുന്നത് ദൈവമല്ല. അത് ദൈവമല്ല. That is demon. പക്ഷേ അത് നമ്മൾ തിരിച്ചറിയാതെ പോകുന്നു. കൂടെ നിൽക്കുന്ന ശിഷ്യനായ പത്രോസാണ് യേശുവിനോട് പറയുന്നത്, കർത്താവേ നീ മരിക്കണ്ട. I am not interested. I am not interested. This very painful thing, Lord. ഇത് വേദനയുള്ള കാര്യമാണ് കർത്താവ്, ഇങ്ങനൊന്നും സംസാരിക്കരുത്. നീ മരിക്കരുത് കർത്താവേ, നീ മരിക്കരുത്. കൂടെ നിൽക്കുന്ന പത്രോസാ പറയുന്നേ. പക്ഷെ യേശു വിളിക്കാൻ മടിച്ചില്ല, സാത്താനെ
മാറി നിൽക്കണം. Yes, the punishment. എന്റെ ഡെസ്റ്റിനികളെ തടയാൻ, എന്റെ മേലുള്ള ദൈവിക പദ്ധതികളെ തടയാൻ, ദൈവം എനിക്ക് തന്ന ബന്ധങ്ങളെ ഇല്ലാതാക്കാൻ, എന്റെ പ്ലാറ്റ്ഫോമുകളെ നശിപ്പിക്കാൻ, എനിക്ക് ദൈവം വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന സകല പൈശാചിക പദ്ധതികൾ. I am prophesying, I am not preaching. Listen. Shababababa. Naisalabana. പിതാവേ, ഞാനും നീയും ഒന്നാകുന്നത് പോലെ ഇവരെ ഒന്നാക്കി നിർത്തണം. എന്നിട്ട് യേശു അവിടെ ഒരു വേർഡ് പറയുന്നുണ്ട്, നീ ഇവരെ കാത്തുകൊള്ളണം, നീ ഇവരെ പ്രൊട്ടക്ട് ചെയ്യണം. കാരണം ഇവരുടെ ഇടയിലുള്ള യൂണിറ്റിയെ തകർക്കാൻ ചിലത് നുഴഞ്ഞു കയറാൻ സാധ്യതയുണ്ട്. Thank you, Holy Spirit. Thank you, Jesus. You are with me. Amen. Yes. You are with me. Yes. 1 Corinthians chapter 1 verse 10. 1 Corinthians 1:10. Rababa shalala mama. Resamohuliyan talama.